ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് 2010 മാർച്ച് 21 മെക്സിക്കോയിൽ നടന്ന ഒരു പാരറ്റ് എന്ന് പറഞ്ഞൊരു 4 വയസ്സുള്ള കുട്ടി അതിക്രൂരമായി കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഈ പാലറ്റിൻ്റെ കുടുംബത്തിൽ ആകപ്പാടെ 4 പേരാണുള്ളത്. പാലറ്റിൻ്റെ അച്ഛൻ, അമ്മ, ഒരു സഹോദരിയുണ്ട്. അങ്ങനെ 4 പേരാണുള്ളത്. നല്ല സന്തോഷമുള്ളൊരു കുടുംബമാണ്. പാലറ്റിൻ്റെ അമ്മ ലിസയും അച്ഛൻ മാർക്കുമാണ്. അവർ നല്ല ബിസിനസ് ആൾക്കാരും അതോടെ തന്നെ ഉണ്ടെങ്കിൽ പാലറ്റിൻ്റെ അച്ഛൻ റിയൽ എസ്റ്റേറ്റിലും അമ്മയുണ്ടെങ്കിൽ ഒരു ഏജൻസി പോലെ നടക്കുന്ന അഡ്വൈസറായിട്ട്, ലീഗൽ അഡ്വൈസറായിട്ട് എല്ലാവർക്കും ചെയ്യുന്നു. അവർ നല്ലോണം തന്നെ കാശ് ഉണ്ടാക്കുന്ന നല്ല ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു കുടുംബമാണ്. സോ അങ്ങനെ ഈ സംഭവം നടക്കുന്ന മാർച്ച് 20 രാത്രിയിൽ എന്നത്തെയും പോലെ തന്നെ പാലറ്റിനെ ഉറക്കാൻ കിടത്തിയിട്ട് അച്ഛനും അമ്മയും ഉറങ്ങാൻ പോവുകയാണ്. ഈ പാലറ്റിനെന്ന് പറഞ്ഞാൽ സാധാ കുട്ടികളെ പോലല്ല, കുറച്ച് ഡിസേബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ നല്ലോണം അവരുടെ അച്ഛനും അമ്മയും നല്ലോണമാണ് നോക്കുന്നത്. അങ്ങനെ നല്ല കാര്യങ്ങൾ അവർക്ക് ആ കുട്ടിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അങ്ങനെ മാർച്ച് 20 രാത്രിയിൽ ആ മോക്ക് ഗുഡ് ബൈയും പറഞ്ഞിട്ട് അച്ഛനും അമ്മയും ഉറങ്ങാൻ പോവുകയാണ്. പിറ്റേന്ന് രാവിലെ എണീച്ചപ്പോഴത്തേക്ക് പാലറ്റിനെ കാണുന്നില്ല. ഇപ്പോൾ അവർ ഭയങ്കര റിച്ചായിട്ടുള്ള കുടുംബമായിട്ട് തന്നെ അവർക്ക് എപ്പോഴും സമയമൊന്നും കിട്ടുന്നില്ല തൻ്റെ മക്കളെ കാര്യങ്ങൾ നോക്കാൻ. അതുകൊണ്ട് തന്നെ പാലറ്റിൻ്റെ അമ്മയും അച്ഛനും ചേർന്ന് 2 ആയന്മാരെ വീട്ടിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു 2 മക്കളെ നോക്കാൻ വേണ്ടി. അവർ 2 പേരും ചേർന്നാണ് മക്കളെ നോക്കിക്കൊണ്ടിരുന്നത്. അവർ 2 പേരുടെയും പേര് എരിക്ക ആൻഡ് മാർത്ത എന്നാണ്. 2 പേരും സഹോദരിമാരാണ്. ഇവർ 2 പേരുമാണ് പാലറ്റിനെയും പാലറ്റിയുടെ ചേച്ചിയെ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഇതേ മാർച്ച് 21 രാവിലെ ഇതേ കണക്ക് അവർ ജോലിക്ക് വേണ്ടി വരുമ്പോഴത്തേക്ക് മറ്റേ സഹോദരിയെ നോക്കിയപ്പോൾ അവിടെ തന്നെ ഉണ്ട്. പക്ഷേ പാലറ്റിനെ നോക്കിയപ്പോൾ വീട്ടിലൊന്നും കാണുന്നില്ല. ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അവർക്ക് ടെൻഷനായി. എവിടെ പോയെന്നൊന്നും അറിയത്തില്ല. വീട് മുഴുവനും സെർച്ച് ചെയ്ത് നോക്കി, എന്നിട്ടും പാലറ്റിനെ പറ്റി ഒരു വിവരവും കിട്ടുന്നുമില്ല. ഉടനെ തന്നെ ഉണ്ടെങ്കിൽ ഇത് അവരുടെ പേരൻസിനെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പേരൻസും അവിടെയൊക്കെ നോക്കുന്നു, ബന്ധുക്കളും എല്ലാവരും നോക്കിയിട്ട് പാലറ്റിനെ പറ്റി ഒരു വിവരവും കിട്ടുന്നില്ല. അവർ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടുത്തെ CCTV ഒക്കെ നോക്കുന്നു. അവിടെ നോക്കിയപ്പോൾ ആരോ പുതുതായിട്ട് അവിടെ വന്നതോ അല്ലെങ്കിൽ പാലറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ടോ ഒന്നും കാണുന്നില്ല. പക്ഷേ ഈ കൊച്ച് എവിടെ പോയെന്ന് ആർക്കും അറിയത്തില്ല. അത് ഭയങ്കരമായിട്ടൊരു മിസ്റ്റീരിയസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ ആ സമയത്ത് ഇനിയും സമയം വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെന്നുള്ള തീരുമാനത്തിൽ പാലറ്റിൻ്റെ അച്ഛനും അമ്മയും ഇത് പോലീസിൽ അറിയിക്കുന്നു. പോലീസും എല്ലാം വന്ന് അന്വേഷിക്കുന്നുണ്ട്, എവിടെ പോയോ അങ്ങനത്തുള്ള എല്ലാ കാര്യം. പക്ഷേ പാലറ്റിനെ പറ്റി ഒരു വിവരവും കിട്ടിയിട്ടില്ല, എവിടെ പോയി എന്തോ എന്നുള്ള കാര്യങ്ങളൊന്നും. പക്ഷേ ഒരുപാട് പേര് വിചാരിക്കുന്നത് ചിലപ്പോൾ ആരെങ്കിലും വന്ന് തട്ടിക്കൊണ്ട് പോയതായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചതായിരിക്കുന്നു. പക്ഷേ ആ അപ്പാർട്ട്മെൻറ്റിലോ വീടിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും സംഭവിച്ചില്ല. ആരും അകത്ത് പുതുതായിട്ട് വന്നതായിട്ടോ ഒന്നുമില്ല. അല്ലെങ്കിൽ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നെടുത്ത് ആരെങ്കിലും ബലപ്പെടുത്തോ അങ്ങനെ എന്തെങ്കിലും നടന്നതായിട്ടോ ഒന്നും കാണുന്നില്ല. പക്ഷേ എല്ലാം നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ കൊച്ചെവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ഇവർ കുറച്ച് റിച്ചായിട്ടുള്ള ഫാമിലി ആയതുകൊണ്ട് തന്നെ ഉടനെ തന്നെ കൊച്ചിനെ തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞ് പോസ്റ്ററൊക്കെ അടിക്കുക. അതോടെ തന്നെ ആരെങ്കിലും വല്ല വിവരവും കിട്ടിയാൽ അവർക്ക് പൈസ കൊടുക്കാമെന്നോ അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങളും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയത്ത് ഇൻ്റർവ്യൂയും കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ മോളെ ഞങ്ങൾക്ക് തിരിച്ചു വേണം, ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടുള്ളതാണെങ്കിൽ ഞങ്ങൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ ആവശ്യമില്ല, നിങ്ങൾ എവിടെയെങ്കിലും കുട്ടിയെ കൊണ്ടുവന്നാക്കും, ഞങ്ങൾ പൈസ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. സോ ഞങ്ങളെ മോളെ ഒന്നും ചെയ്യാൻ പാടില്ല, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കുറേ കഴിഞ്ഞിട്ടും ആ കുട്ടിയെ പറ്റി ഒരു വിവരവും കിട്ടുന്നില്ല. പോലീസും അതേ കണക്കൊക്കെ ആ വീട്ടിൽ വന്ന് അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ ഒരു വിവരവും കിട്ടുന്നില്ല. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മാർച്ച് 27 കണക്ക് TV ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ലിസയാണ് വന്ന് ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ മോളെ കാണുന്നില്ല, അങ്ങനത്തുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മോൾക്ക് ഗുഡ് ബൈ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ എല്ലാവരും ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് ലിസയുടെ സംസാരത്തിലും കുറച്ച് വ്യത്യാസം പോലെ, ഭയങ്കരമായിട്ട് ടെൻഷനോ അല്ലെങ്കിൽ മോള് നഷ്ടപ്പെട്ടതിൻ്റെ അങ്ങനത്തുള്ള ഒരു വിഷമോ ഒന്നും കാണുന്നൊന്നുമില്ല. ഭയങ്കര കൂളായിട്ടും കാമായിട്ടും ഒരു സ്റ്റോറി പറയുന്ന കണക്ക് പറഞ്ഞിട്ട് പോവുകയാണ്. ഇത് കണ്ടപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടും തോന്നി. അതോടെ തന്നെ ഈ കെയർ ടേക്കേഴ്സും പറയുന്നുണ്ടായിരുന്നു പാലറ്റ് നഷ്ടപ്പെട്ട അതേ ദിവസം ഉണ്ടെങ്കിൽ ഈ ലിസ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ കരയുക, തൻ്റെ മോള് നഷ്ടപ്പെട്ടെന്നുള്ള ഭയങ്കരമായിട്ട് ധൃതിപ്പെടുന്നത് അങ്ങനെയൊന്നും കണ്ടില്ല. സാധാ കൂളായിട്ട് അവിടെ ഇരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ശ്രദ്ധയപ്പെട്ടത്. അതോടെ തന്നെ തൻ്റെ മോള് കാണാതായതിനെ പറ്റി ജോക്കൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ എൻ്റെ മോളെ ഏതെങ്കിലും ഏലിയൻ തട്ടിക്കൊണ്ട് പോയതായിരിക്കും, അല്ലെങ്കിൽ അതോടെ തന്നെ എൻ്റെ മോളെ തട്ടിക്കൊണ്ട് പോയാലും കുഴപ്പമില്ല, എനിക്ക് വേറൊരു മോളുണ്ടല്ലോ, അങ്ങനത്തുള്ള ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും വലുതായിട്ട് അതൊന്നും എഴുതില്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ടൊരു ഡൗട്ട് ഭയങ്കരമായിട്ട് ഏർപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇവരെ എല്ലാവരെയും പോലീസ് കസ്റ്റഡി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഹോട്ടലിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം രാത്രി ഇതേപോലെ മാർച്ച് 31 രാത്രി പോലീസ് ഉണ്ട് അവർ അപ്പാർട്ട്മെൻറ്റിൽ ചെല്ലുന്നുണ്ടായിരുന്നു. അതും ഒരു വെളുപ്പിലേക്ക് ടൈമോ അതോ രാത്രിയൊക്കെ ഒരു ടൈമോ ഒക്കെയാണ്. സോ അവിടെ ചെന്നിട്ട് ആ റൂം മുഴുവനും അന്വേഷിക്കുന്നുണ്ട്. ആ സമയത്തുണ്ടെങ്കിൽ ആ ബെഡ്ഷീറ്റിൽ ചെറിയൊരു രക്തപ്പാടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ ബെഡിൻ്റെ അടിയിൽ നോക്കുമ്പോഴത്തേക്ക് ആ പാലറ്റ് അവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ
പാരറ്റ് ആ കട്ടിലിൻ്റെ അടിയിൽ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ രീതിയിൽ അവിടെ തന്നെ കിടപ്പുകൊണ്ട് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സോ അപ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് തന്നെ അത്ഭുതമായി. ഇത്ര ദിവസം ഈ കുട്ടീൻ്റെ അടിയിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ആരും കണ്ടില്ലേ എന്നുള്ളത് ഡൗട്ടായി. അപ്പോൾ ഒരുപാട് പേര് ഈ റൂമിൽ അതിന് ശേഷം കടന്നിട്ടുള്ളതൊക്കെയാണ്. പക്ഷേ ഒരു കുട്ടി മരിച്ചതായിട്ടോ അതിനെപ്പറ്റി ഒരു വിവരം കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സംശയമുള്ള രീതിയിലാണ്. ഇവരിത് അന്വേഷിക്കാൻ ചെന്ന സമയത്തുണ്ടെങ്കിൽ അതിലൊരു ഓഫീസർ പറയുന്നുണ്ട് ഈ കുട്ടി ആരോ ഭയങ്കര അടിച്ച രീതിയിൽ നിന്നൊക്കെ സംസാരിച്ച രീതിയിലുണ്ടായിരുന്നു. പക്ഷെ അത് അവസാനം പിന്നെ ഡീറ്റെയിൽ ആയിട്ട് വന്നപ്പോൾ അങ്ങനെയൊന്നും താൻ പറഞ്ഞിട്ടില്ലെന്ന് ഇൻവെസ്റ്റിഗേറ്റർ പറയുന്നുണ്ട്. പക്ഷേ അതേ സമയത്തുണ്ട് ഈ പാലറ്റ് ഉറങ്ങുമ്പോഴത്തേക്ക് ഒരു മുഖത്ത് ഒരു പ്രത്യേക തരം ക്ലോത്ത് ഇടാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ പാലറ്റ് എപ്പോഴും വാ തുറന്ന് വെച്ചായിരിക്കും കിടന്ന് ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വാ തുറക്കാതിരിക്കാൻ വേണ്ടി ഒരു മാസ്ക് പോലെ ക്ലോത്ത് എപ്പോഴും വായിൽ വെച്ചിട്ടുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ കുട്ടി വാ ഉറക്കത്തില്ല. സോ പോലീസ് പറയുന്നത് ഇങ്ങനെ ഒരു ദിവസം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് കുട്ടി താഴെ വീഴുകയും ആ സമയത്തുണ്ടെങ്കിൽ ഈ ക്ലോത്ത് ഭയങ്കരമായിട്ട് മുഖം മറച്ചുകൊണ്ട് ശ്വാസം കിട്ടാതെ മരിച്ചു പോയെന്നുള്ളതാണ് പറയുന്നത്. ഫോറൻസിക് റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അടിച്ചതായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒന്നുമില്ല, ഇതേ കണക്ക് ശ്വാസം മുട്ടി മരിച്ചെന്നുള്ള രീതിയാണ്. സോ ഇതിൽ നിഗമനം എന്ന് പറയുന്നത് ആക്സിഡൻ്റലി കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചതാണ്, അല്ലാതെ ആരും കൊന്നിട്ടുള്ളതൊന്നും അല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും വിശ്വസിക്കാൻ പറ്റുന്നത് ഇത്രയും ദിവസം ആൾക്കാർ ആ റൂമിലൊക്കെ കയറിയതാണ്, എന്നിട്ടും ആ കുട്ടിയെ കാണുന്നില്ല. പെട്ടെന്നൊരു ദിവസം അവരെ കസ്റ്റഡിയിലാക്കിയതിൻ്റെ പിറ്റേ ദിവസം എങ്ങനെ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ പോലീസ് ഇത്രയും നാളെങ്ങനെ കണ്ടെത്താതിരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട് പാലറ്റിൻ്റെ അമ്മ തന്നെയാണ് ഇത് ചെയ്തേക്കുന്നതെന്നുള്ള കാര്യം. പക്ഷെ അതൊന്നും തെളിവില്ല. അതേ സമയത്ത് ഫോറൻസിക് റിപ്പോർട്ട് ആദ്യമേ വന്ന സമയത്ത് 2-3 ദിവസം മുമ്പെങ്ങാണ്ട് മരിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ അത് പിന്നെ റിപ്പോർട്ടായിട്ട് വന്നപ്പോൾ അത് മാറ്റിയെന്ന് പറയുന്നു. അതിലെ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റർ പോലത്തുള്ള ആൾ പറയുന്നു മേലിൽ നിന്ന് ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു നിങ്ങളിങ്ങനെ മാറ്റി പറയണമെന്നുള്ളത്. ഈ ലിസ ഉണ്ടെങ്കിൽ ഭയങ്കര പണക്കാര കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. സോ അത് അവരുടെ പിടിപാട് കൊണ്ടാണ് ഇത് മാറ്റി എഴുതിയത്. അത് ലിസ തന്നെയാണ് മോളെ കൊന്നത്. അതിന് ശേഷം പോലീസിന് അതോടെ തന്നെ എല്ലാവരെയും സ്വാധീനിച്ചാണ് ഈ കേസ് മാറ്റിയെന്നുള്ളത് പറയുന്നുണ്ട്. അതിന് ശേഷം ഇവരെ ഇതിൽ നിന്ന് വെറുതെ വിടാനും പറയുന്നുണ്ട്. കാരണം ഇവർ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ആക്സിഡൻറ്റിലാണ് കൊച്ചു മരിച്ചു പോയതെന്ന് പറയുന്നുണ്ട്. സോ അങ്ങനെ അവരെ വെറുതെ വിടുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഈ ലിസയും അതോടെ തന്നെ മാർക്കോയും ചേർന്ന് ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. മാർക്കോ പറയുന്നത് എനിക്ക് എൻ്റെ ഭാര്യയെ സംശയമുണ്ട്, അതേ കണക്ക് ലിസയും പറയുന്നുണ്ട് എൻ്റെ ഭർത്താവിലും എനിക്ക് ഡൗട്ടുണ്ടെന്ന്. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം 2014 ആയപ്പോഴത്തേക്ക് ഇവർ ഡിവോഴ്സ് ആവുകയും ചെയ്യുന്നു. 2017 ആയപ്പോഴത്തേക്ക് ഇതിന് വിധി വരികയാണ്. ആ കുട്ടി ആക്സിഡൻ്റലി മരിച്ചതാണ്, ആരും കൊന്നിട്ടൊന്നും ഇല്ലെന്നുള്ള രീതിയിലാണ് കേസ് അവസാനിക്കുന്നത്. പക്ഷേ ഒരുപാട് പേർക്ക് ഇത് ഇപ്പോഴും ഡൗട്ടാണ് കുട്ടി എങ്ങനെയാണ് മരിച്ചത്. ഒരുപാട് പേര് പറയുന്നുണ്ട് ലിസ തന്നെയാണ് കൊന്നത്, എന്നിട്ട് അവളെ പിടിപാട് കൊണ്ട് അത് മാറ്റിമറിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെ ഈ കേസ് ഒരു മിസ്റ്ററി ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. താങ്ക് യു.